ഡോക്ടർ, ഞാനൊന്നും അധികം കഴിക്കാറില്ല, പക്ഷേ എൻ്റെ വണ്ണം കുറയുന്നില്ല. ഈ പരാതി നമ്മൾ ക്ലിനിക്കുകളിൽ മിക്കവാറും കേൾക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഭക്ഷണം നിയന്ത്രിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വണ്ണം കുറയാത്തത്? ഇതിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന പോർഷൻ സൈസ് ചെറുതാണെങ്കിലും, എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും കാലറി അതിലുണ്ടാവും. അതുപോലെ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ പഞ്ചസാര പെട്ടെന്ന് തന്നെ ബ്ലഡിൽ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. രണ്ടാമത്, നമ്മൾ അറിയാതെയുള്ള ഹിഡൻ കാലറീസ് ആണ്. എന്ന് പറഞ്ഞാൽ ജ്യൂസസ് ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്നത്, അതൊന്നും പലരും കൂട്ടൂല കാലറി ആയിട്ട്. പക്ഷേ നമ്മളൊരു സർബത്ത് കുടിക്കുന്നത് പോലും ഒരു വലിയൊരു ഷുഗർ നമ്മുടെ ഉള്ളിലെത്തിക്കുകയും കാലറി അത്രയും കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും. മൂന്നാമത്തത് സ്ട്രെസ്സാണ്. ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉള്ളവർ, സമാധാനം ഇല്ലാത്തവർ, എന്തെങ്കിലും ബിസിനസ് ടെൻഷനോ ഇല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി ടെൻഷനൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മുടെ ഈ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അത് നമ്മൾ കൂടുതലും ഇൻസുലിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോർട്ടിസോള്, ലെപ്റ്റിൻ, ഗ്രലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹോർമോൺസ് ഉണ്ട്. ഇത് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ടെൻഷന്, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയാന്നുള്ളത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഉറക്കവും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളീ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഒരു 7-8 മണിക്കൂർ സുഖകരമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കോർട്ടിസോൾ ലെവൽ കൂടും, ഈ ഹോർമോൺസ് ഒക്കെ താളം തെറ്റും, അത്തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വെയിറ്റ് കുറയൂല. നമ്മൾ കറക്റ്റായിട്ട് എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയൂല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങളുണ്ട്. PCOD, തൈറോയ്ഡ് കംപ്ലയിൻസ്, ഹൈപ്പോതൈറോയിഡിസം പ്രത്യേകിച്ച്. അത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളിലും നമ്മളെല്ലാ ഫുഡും നോക്കിയിട്ടും വെയിറ്റ് കുറയാത്ത ഒരവസ്ഥ ഉണ്ടാകാം. പിന്നെ ചില മെഡിസിൻസ് ഉണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, എന്തെങ്കിലും ഹോർമോണൽ ടാബ്ലറ്റുകളോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റീറോയിഡ്സോ അതുപോലുള്ള മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ശരീരഭാരം കൂട്ടാനായിട്ട് കാരണമാവും. അപ്പം ഈ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് വണ്ണം കുറയാത്തതെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം കൃത്യമാക്കുക, ഒരു 7-7.5 മണിക്കൂർ ഉറങ്ങുക, സ്ട്രെസ്സ് കുറയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. യോഗ പോലുള്ള മെഡിറ്റേഷൻസ് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊന്നും ഇല്ല എന്നുള്ള ഉറപ്പിക്കുക. മീൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീൻസാണ് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വരേണ്ടത്. പിന്നെ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചിട്ടയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.